എന്തോടെ കാളയിക്കണ്? ചോദിക്കുന്നത് 75,000 ചോദിച്ചിട്ടുണ്ട്. 10 മണിക്ക് പോവോ? ഏകദേശം 2 കിൻഡൽ മീറ്റ് ഉണ്ടാവും. ചോദ്യം 75 ഏകദേശം 60 റുപ്യ കൊടുക്കേണ്ടി വരും. 55 പോരൂലെന്നാണ് പറഞ്ഞത്. ഈ മൂരുകുട്ടി 16,500 ചോദ്യം മാത്രമാണ്. ഏകദേശം ഒരു 10-15 രൂപ കൊടുത്താൽ കിട്ടും. ഏകദേശം 35-40 അടുത്ത് 35-40 ഇടയിൽ മീറ്റ് ഉണ്ടാവും. ചോദ്യമാണ് 16,500. ഈ പശു 40+ വില. അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കറക്റ്റ് അറിഞ്ഞിട്ട് 40 രൂപക്കാണ് ചോദിച്ചിരുന്നത്. അതിൻ്റെ മുകളിൽ എത്ര കറക്റ്റ് അറിഞ്ഞിട്ടില്ല. നമ്മളൊരു മീറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 160 കിലോ മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ പയ്യനാട് ചോലക്കൽ ചന്തയിലാണ്. എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത്. രാവിലെ ഒരു 6 മണി മുതൽ ഉച്ചവരെ ചന്ത നടക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് കാലികളുണ്ടാകും. നമുക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതുപോലെ വിൽക്കാനും പറ്റിയ നല്ലൊരു പ്ലേസാണ്. കൊണ്ടുവരാൻ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സുഖമായിരിക്കും. വ്യത്യസ്തമായ ഒരുപാട് കാലികൾ ഉണ്ടാവാറുണ്ട് ചന്തയിൽ. ഇവിടെയൊക്കെ മെയിനായിട്ട് ഈ നാടൻ കാലികൾ, പശുക്കളും മൂരിക്കുട്ടികളൊക്കെ വിൽക്കുന്നൊരു ഏരിയയാണിത്. കഴിഞ്ഞ ആഴ്ചൻ്റെ അത്ര കാലികൾ ഈ ആഴ്ച ഇല്ല, കുറച്ച് കാലികൾ കുറവാണ്. കഴിഞ്ഞ ആഴ്ച നല്ല കാലികൾ ഉണ്ടായിരുന്നു. ഇനി റേറ്റ് കൂടാൻ പോവുകയാണ്. നോമ്പൊക്കെ അടുപ്പിച്ച് നല്ല റേറ്റ് വരും ഇനി എല്ലാ കാലികൾക്കും. വ്യത്യസ്തമായ ഒരുപാട് കാലികൾ. വളർത്താനൊക്കെ അനുയോജ്യമായ ചെറിയ പോത്തുകുട്ടികളാണ് ഇവയൊക്കെ. നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് പോത്തുകുട്ടികൾ. ഏകദേശം ഒരു 35-40 കിലോ മുതൽ ഏകദേശം ഒരു 75 കിലോ തൂക്കം വരുന്ന പോത്തുകുട്ടികളാണ് ഇവയൊക്കെ. റേറ്റ് 13-ൻ്റെയും 23-ൻ്റെയും രൂപയിൽ കൊടുക്കേണ്ടി വരും. ഏകദേശം 350-400 രൂപ റേഞ്ചിൽ ഏകദേശം നമ്മൾ മീറ്റിന് വില കാണേണ്ടി വരും ഈ പോത്തുകുട്ടികൾക്കൊക്കെ. അപ്പോൾ നമ്മൾ ഇറച്ചിൻ്റെ വെയിറ്റ് നോക്കിയിട്ടല്ല എടുക്കുക, അതിൻ്റെ ഭംഗി, കാലകര, നീട്ടം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. കൊമ്പും തലയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ചന്തി വന്നാൽ മതി. $1,15,000 ഈ 2 മൂരികൾ ചോദിക്കുന്നത്. കാളകൂട്ട് മൂരികളാണ്. മീറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3.5 അടുത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. രണ്ടും കൂടി 1,15,000 ചോദിക്കുന്നത്. കൊണ്ടേ കിട്ടും.
നമ്മളെ ചന്തയിൽ നിന്ന് വിറ്റിട്ടുള്ള ഒരു പോത്തും കുട്ടിയാണ്. ഇത് 40,500 ലാസ്റ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ പാർട്ടിക്കാരത് വാങ്ങിച്ചില്ല. പിന്നെ 41 അടിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. ഏകദേശം ഒരു 110-120 കിലോ മീറ്റ് ഉണ്ടാവും. നിങ്ങൾക്കൊരു ലാഭം മോഹിച്ചാണ് ഒരു കാലികളെ വളർത്തുന്നതെങ്കിൽ ഈ ടൈമിൽ ഇതുപോലത്തെ പോത്തുകുട്ടികൾ വാങ്ങിയാൽ നമ്മളൊരു ബലിപെരുന്നാൾക്ക് ഏകദേശം ഒരു 65-70 റേഞ്ചിൽ വിൽക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് വലുതാവും ഈ പോത്തുകുട്ടികളൊക്കെ. നമ്മൾ പറ്റ ചെറുത് വാങ്ങിയാൽ ലാഭം ഒരു പക്ഷേ ഇങ്ങനത്തെ പോത്തുകുട്ടികളായിരിക്കും. ഇത് വില കൊടുക്കേണ്ടി വരും. ഏകദേശം 110-120 കിലോ മീറ്റ് ഉണ്ടാവും. 41 രൂപക്കാണ് തോന്നുന്നു വാങ്ങിച്ചത്, അല്ലെങ്കിൽ 42 രൂപ. ഏതായാലും 40,500-42 ഇടയിലാണ് റേറ്റ് വരുന്നത്. ഈ പോത്തുംകുട്ടികൾ ഒരു ആവറേജ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 18,000 മുതൽ 40,000 റുപ്യ റേഞ്ചിൽ ഏകദേശം കൊടുക്കേണ്ടി വരും. ചോദിക്കുന്നതല്ല, ചോദിക്കുക ഒരു പക്ഷേ 10, 12, 15 രൂപയ്ക്ക് ഏറെ ചോദിക്കുക ഒരു കാലിക്ക്. നമ്മളത് നോക്കി വാങ്ങിക്കാൻ കഴിയണം നമുക്ക്. ആദ്യം ഒരു എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും നോക്കുക, അതുപോലെ അതിൻ്റെ ചുറുക്ക് ഭംഗി കാര്യങ്ങളൊക്കെ നോക്കുക. അതിന് ഉദാഹരണമാണ് ഈ പോത്തുംകുട്ടി 48,000 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം പോയാൽ 35-36 റുപ്യക്ക് വാങ്ങിക്കാണ്ട് ഈ പോത്തുംകുട്ടി. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ വലിയേറെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ആഴ്ചത്തിൽ ഒരു വീഡിയോ കൂടി വരാനുണ്ട്.